Good morning. Okay, എല്ലാവർക്കും good morning. Okay, Nandana. Good morning. തുടങ്ങിയാലൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ എല്ലാവരും വളരെ സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്പില്ലേജ് വേസ്റ്റിന്റെ മാനേജ്മെന്റ് ആയിരുന്നു അല്ലെ. ഓക്കെ അഫ്സാന, ഗുഡ് മോർണിംഗ്. സ്പില്ലേജ് വേസ്റ്റുകളുടെ മാനേജ്മെന്റ് ആണ്. പല ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതിൽ ഓരോ ടൈപ്പിനും ഏതൊക്കെ രീതികളിലാണ് നമ്മൾ അതിന്റെ മാനേജ്മെന്റ് അല്ലെ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ലാസ്റ്റ് പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ഓക്കെ, ഇതൊരു വായിച്ചു നോക്കിയോ എല്ലാവരും? ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ? ഓക്കെ, എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. മിക്കവാറും മാനേജ്മെന്റ് നമ്മൾ ഈ പറയുന്ന ഓരോ സ്പില്ലേജ് വേസ്റ്റുകളുടെ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ എല്ലാം സിമിലർ സ്റ്റെപ്പുകളാണ്. ഒരേ സ്റ്റെപ്പുകൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഒന്നോ രണ്ടെണ്ണത്തിന് മാത്രം ചിലത് മാത്രം ഒരു എന്താ പറയാ ഒന്ന് രണ്ട് പോയിന്റ് എക്സ്ട്രാ വരുന്നുണ്ടെന്ന് മാത്രം. ബാക്കി എല്ലാ സ്റ്റെപ്പുകളും സിമിലർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് ഇനി കടക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈന്റ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. നെക്സ്റ്റ് ഉള്ളത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈന്റ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ആ ഒരു നിയന്ത്രണ ചട്ടക്കൂടുകളും അതുപോലെ അതിന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ പരിപാലനത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ അത് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എൻവയോൺമെന്റിനെയും അതുപോലെ തന്നെ ആളുകളുടെ ആരോഗ്യത്തിനും വളരെയധികം എന്താ പറയാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണം, പ്രത്യേകിച്ച് സ്പില്ലേജ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഹസാർഡസ് വേസ്റ്റുകളുടെയും മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് സെൻട്രലുണ്ട്, സ്റ്റേറ്റ്, അതുപോലെ തന്നെ ലോക്കൽ റെഗുലേഷൻസിന് വിധേയമായിക്കൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ. കേന്ദ്ര നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന നിയമങ്ങളുണ്ട്, പോരാത്തതിന് പ്രാദേശിക ചട്ടങ്ങൾ വരെയുണ്ട്. ഇതെല്ലാം കൂടെ ഈ മൂന്ന് കാര്യങ്ങൾ ഈ പറയുന്ന എല്ലാ റെഗുലേഷൻസിനും കൃത്യമായിട്ട് വിധേയമാക്കിക്കൊണ്ടാണ് ഓരോ ഹോസ്പിറ്റലുകളും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നിയന്ത്രണ നടപടിക്രമങ്ങളും അത് പാലിക്കുന്ന അതിന്റെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വശങ്ങൾ, അതിന്റെ ചില സവിശേഷതകളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. വേറെ പ്രത്യേകിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള അതൊന്നുമല്ല. എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അത് വായിക്കാതെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് in hospitals is based on a regulatory framework which aims ensuring in compliance with the environmental and public health directives. എന്താണ് പറയുന്നത്? അതായത് ഒരു ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള ചോർച്ച മാലിന്യങ്ങൾ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് നമ്മളുടെ പരിസ്ഥിതി അതുപോലെ തന്നെ പൊതുജന ആരോഗ്യ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു റെഗുലേറ്ററി, അതായത് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവയെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ. പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല, മറ്റുള്ള ആളുകളുടെ ആരോഗ്യത്തിന് അത് ദോഷകരമായിട്ട് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാവിധ എന്താ പറയാ ഫെഡറൽ, സ്റ്റേറ്റ്, ലോക്കൽ റെഗുലേഷൻസിന് വിധേയമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ,
അപ്പൊ നോക്കാം, ഹിയർ ആർ സം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് or aspects of the regulatory framework and the complaints for spillage waste management. കേട്ടോ, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില സവിശേഷതകളാണ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ആണ് കേട്ടോ. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻ. ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് റെഗുലേഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഫെഡറൽ റെഗുലേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് റെഗുലേഷൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ് റെഗുലേഷൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. നോക്കാതെ, ഹോസ്പിറ്റൽസ് ആർ സബ്ജക്ട് ടു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ഗവേണിംഗ് ദ മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ, ചോർച്ചാ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡേഞ്ചറസ് വേസ്റ്റുകളുടെയും മാനേജ്മെന്റ്, അതിന്റെ ഡിസ്പോസല്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഓക്കെ, അങ്ങനെ റെഗുലേഷൻസിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ് ഇത്തരം ഹോസ്പിറ്റൽ വേസ്റ്റുകളുടെ മാനേജ്മെന്റ് അവിടെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. എക്സാമ്പിൾസ് കൺസിസ്റ്റ് ഓഫ്, ആ എക്സാമ്പിൾ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എക്സാമ്പിൾസ് കൺസിസ്റ്റ് ഓഫ്, ഒന്നാമത്തെ എന്താണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് അഥവാ RCRA. അപ്പൊ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ ഫുൾ ഫോം ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. RCRA എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് എന്നാണ് കേട്ടോ. എന്താണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് എന്നാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെഡറൽ ആക്ട് ആണ് കേട്ടോ. ഒരു കേന്ദ്ര നിയമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ആക്ട് എന്ന് പറയാതെ ദാറ്റ് റെഗുലേറ്റ്സ് എന്താണ്? ഹാൻഡ്ലിംഗ് ഓഫ് ഹസാർഡസ് വേസ്റ്റ്. ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ജനറേഷൻ, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ്, അതുപോലെ സ്റ്റോറേജ് ആൻഡ് ഡിസ്പോസൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഇൻക്ലൂഡിംഗ് സ്പില്ലേജ് വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ അപകടകരമായിട്ടുള്ള വേസ്റ്റുകളുടെയും ഹാൻഡ്ലിംഗുമായിട്ട് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് ആണ് ഇത് RCRA ആക്ട് പ്രകാരം മുന്നോട്ട് വയ്ക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത്തരം സ്പില്ലേജ് മാത്രമല്ല, ഇത്തരം ഹോസ്പിറ്റൽ വേസ്റ്റുകളുടെ പ്രൊഡക്ഷൻ, അതിന്റെ ജനറേഷൻ തൊട്ട് അതിന്റെ പ്രൊഡക്ഷൻ, അതുപോലെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അതിന്റെ സ്റ്റോറേജ്, അതിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ ഡിസ്പോസൽ, അങ്ങനെ ഇവയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതായ റെഗുലേഷൻസ് ആണ് ഏത് ആക്ട് മുന്നോട്ട് വെക്കുന്നത്? RCRA മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കണേ. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് എന്നാണ് കേട്ടോ. ഇതൊരു ഫെഡറൽ ആക്ട് ആണ്. This act that regulates the management of hospital waste, including its generation, its treatment, അതുപോലെ തന്നെ സ്റ്റോറേജ് ആൻഡ് ഡിസ്പോസൽ. ഓക്കെ, അപ്പൊ ആ ഒരു ആക്ട് എന്താണെന്നുള്ളത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഹോസ്പിറ്റലിൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് RCRA എന്ന് പറയുന്നത്. ഫുൾ ഫോമും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് മറ്റൊരു ആക്ട് കൂടെ ഉണ്ട്, ആൻഡ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഫോർ ബ്ലഡ് ബോൺ പാത്തോജൻ സ്റ്റാൻഡേർഡ്. ഇതാണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആക്ട്, OSH. ഫുൾ ഫോം പഠിച്ചു വെക്കണം. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അതും എന്താണ്? ഒരു ഫെഡറൽ ആക്ട് തന്നെയാണ്. ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് റെഗുലേറ്റ്സ് ദ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് തന്നെ. പിന്നെ എന്താണ്? ഇൻക്ലൂഡിങ് എന്താ പറയാ, സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ബ്ലഡ് ബോൺ പാത്തോജൻസ് എക്സെട്ര. അതായത് നമ്മള് ഈ ഒരു രക്തത്തിലൂടെ പകരുന്ന അണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള പാത്തോജൻസ്, രോഗാണുക്കളുടെ ഒക്കെ വ്യാപനം നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നതും ഈ ഒരു ആക്ട് പ്രകാരമാണ് കേട്ടോ. OSH, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒക്യുപേഷണൽ സേഫ്റ്റി എന്ന് പറഞ്ഞാലും വർക്ക് പ്ലേസ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. മനസ്സിലായോ? സ്പില്ലേജ് വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്ന ആ ഒരു വർക്ക് പ്ലേസിന്റെ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ എന്താണ്? ഹാൻഡ്ലിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, ഹാൻഡ്ലിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ബ്ലഡ് ബോൺ പാത്തോജൻസ്. ഈ ബ്ലഡിലൂടെ കലരുന്ന രോഗാണുക്കളൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ആ ഒരു കൺട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്
ചെയ്യേണ്ടതും പിന്നെ ആ ഒരു വർക്കിംഗ് പ്ലേസ് സേഫ്റ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് കേട്ടോ. OSH അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങൾ ഫുൾ ഫോം മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളോട് ചോദിക്കുകയാണ് RCRA അല്ലെങ്കിൽ OSHA ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകളാണ്? അത് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്നുകൂടെ വായിക്കാം നമുക്ക്. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. Hospitals are subject to federal and state regulations governing the management and disposal of dangerous waste that include spillage waste. Examples consist of Resource Conservation and Recovery Act (RCRA) and Occupational Safety and Health Administration (OSHA) for the bloodborne pathogen standard. Clear ആയോ പറഞ്ഞത്? ആ ഒരു കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? ക്ലിയർ. അടുത്തത് കേട്ടോ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻ EPA. അപ്പൊ അത് പഠിച്ചു വെക്കാം. EPAയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കിട്ടണം. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി കേട്ടോ. EPA ഗൈഡ് ലൈൻ ആണ്. ഈ EPAയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്താണ് പറയുന്നത്? The EPA provides instructions for the management and disposal of dangerous waste including spillage waste. സെയിം കാര്യം തന്നെയാണ്. ചോർച്ചാ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഡേഞ്ചറസ് വേസ്റ്റുകളുടെയും മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ഏജൻസിയാണ് EPA എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഇനി നോക്കാം, ഹോസ്പിറ്റൽസ് മസ്റ്റ് അബൈഡ് ബൈ ദീസ് ഗൈഡ് ലൈൻസ് ടു കീപ് അവേ ഫ്രം ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. അത് മാത്രമല്ല ഹോസ്പിറ്റൽസ് ഈ പറയുന്ന എൻവയോൺമെന്റൽ അതായത് EPAയുടെ മാർഗനിർദ്ദേശങ്ങൾ നിർബന്ധമായിട്ട് അവർ എന്ത് ചെയ്തിരിക്കണം? അവൈഡ് ചെയ്തിരിക്കണം. അവൈഡ് ചെയ്യാന്ന് വെച്ചാൽ പാലിച്ചിരിക്കണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കീപ് അവേ ഫ്രം ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് അല്ലെ. അതായത് ഈ പറയുന്ന ഫൈനുകള്, പ്രത്യേകിച്ച് എന്തെങ്കിലും ഫൈനുകൾ അല്ലെങ്കിൽ പെനാൽറ്റികളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ എല്ലാ ഹോസ്പിറ്റൽസുകളും പാലിച്ചിരിക്കണം അല്ലെ. നമ്മൾ ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതെയൊക്കെ എന്താ പറയാ വേസ്റ്റുകൾ ഡിസ്പോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിന്റെ പേരിൽ നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, ആശുപത്രി മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നു അല്ലെ, കേട്ടിട്ടില്ലേ? ആശുപത്രി മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നത് അടുത്തുള്ള തോടുകളിൽ ആളുകള് കുടിവെള്ളത്തിനും അല്ലെങ്കിൽ മറ്റുള്ളതിനായിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയാ ജലസ്രോതസ്സുകളിൽ ആശുപത്രി മാലിന്യം തള്ളി വിടുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ അംശങ്ങൾ ലഭിക്കുന്നു. അതിന്റെ പേരിലൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ന്യൂസിൽ കേട്ടിട്ടുണ്ട് അല്ലെ. അതെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതെയൊക്കെ ചെയ്യുന്ന വേസ്റ്റ് ഡിസ്പോസലാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ലൈസൻസ് വരെ ഒരുപക്ഷെ റദ്ദാക്കിയേക്കാം. അല്ലെങ്കിൽ മാത്രമല്ല വലിയൊരു ഭീമമായിട്ടുള്ള തുക തന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ള ഫൈനുകൾ പെനാൽറ്റികളൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഏജൻസികളുടെ എന്താണ് മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യും കേട്ടോ. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? ക്ലിയർ അല്ലേ പറഞ്ഞത്? അടുത്തതാണ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് കേട്ടോ. സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. ഹോസ്പിറ്റൽസ് മസ്റ്റ് ഗെറ്റ് പെർമിറ്റ്സ് from the state and the local authorities to handle and dispose of unsafe waste, including spillage waste. സെയിം കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കേന്ദ്ര നിയമങ്ങൾ മാത്രമല്ല സംസ്ഥാന നിയമങ്ങളും അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള പെർമിഷനും കൂടെ എടുത്തതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസലുകൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെ. ഓരോ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്ന പ്രദേശം ഉണ്ടായിരിക്കും. ആ പ്രദേശവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിൽ വേണ്ടത് ചെയ്യാൻ. അപ്പൊ അതിനായിട്ട് ലോക്കൽ ആയിട്ടുള്ള അതോറിറ്റീസിന്റെയും അവർക്ക് പെർമിഷൻ ആവശ്യമാണ്, സ്റ്റേറ്റ് അതോറിറ്റീസിന്റെ പെർമിഷൻ ആവശ്യമാണ്, സെൻട്രൽ അതോറിറ്റീസിന്റെ പെർമിഷനും ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഏതെങ്കിലും പോയിന്റിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ശരി. അടുത്തത് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹു മാനിപ്പുലേറ്റ് സ്പില്ലേജ് വേസ്റ്റ് മസ്റ്റ് ഗെറ്റ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇൻ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ടു എൻഷുവർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻ. അതായത് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ സ്പില്ലേജ് വേസ്റ്റുകളുമായിട്ട് ഇടപെടുന്ന ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് എന്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്? ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകളുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പോസൽ പ്രൊസീജിയറുകളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങള്, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം.
ട്രെയിനിങ് കൊടുത്ത് അവർക്ക് അതിനൊരു സർട്ടിഫിക്കേഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ. എങ്കിൽ മാത്രമാണ് അവർക്ക് ഈ നിയന്ത്രണങ്ങളെ ശരിയായ രീതിയിൽ പാലിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാര്യം അതിനും ഒരു ട്രെയിനിങ് ആവശ്യമാണ്. കാര്യം സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. അത്രയും എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ നല്ലൊരു ട്രെയിനിങ് അവർക്ക് പരിശീലനങ്ങൾ ഹെൽത്ത് വർക്കേഴ്സിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് റെക്കോർഡ് കീപ്പിംഗ് ആണ് കേട്ടോ. റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം ഓരോ ടൈപ്പുകൾ പഠിച്ചപ്പോ അതിന്റെ സ്കിൽ മാനേജ്മെന്റ് പറയുമ്പോൾ അവസാനം നമ്മൾ ഒരു പോയിന്റ് പഠിച്ചില്ലേ, റിപ്പോർട്ട് ദ സ്കിൽ എന്നും പറഞ്ഞിട്ട് ഒരു പോയിന്റ് പഠിച്ചില്ലേ. ചോർച്ചയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ നമ്മൾ അറിയിക്കണം എന്ന് പറഞ്ഞു അല്ലെ, റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റെക്കോർഡ് കീപ്പിംഗ് ആണ് കേട്ടോ. ഇത്തരം ചോർച്ചകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ, അത് ഏത് തരം സ്കില്ലാണ്, ഏത് തരം സ്പില്ലേജ് വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് അതിനെ മാനേജ് ചെയ്തത്, എന്തെല്ലാം നടപടിക്രമങ്ങൾ അതിനായിട്ട് എടുത്തു എന്നുള്ളത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽസ് must keep the records of spillage waste management activities that includes documentation of spills, handling and disposal procedures, and any follow-up actions already taken. അതായത് വേറൊന്നുമല്ല, ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഇത്തരം സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്തിരിക്കണം. ആ റെക്കോർഡിനകത്ത് എന്തൊക്കെ വേണം, ഡോക്യുമെന്റേഷൻ ഓഫ് സ്പിൽസ്, ഏത് ടൈപ്പ് സ്പില്ലാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ, അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് ഇതിന് ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളതായ നടപടിക്രമങ്ങൾ. ആൻഡ് എനി ഫോളോ അപ്പ് ആക്ഷൻസ് ഓൾറെഡി ടേക്കൺ, എന്തെങ്കിലും തരത്തിലുള്ള ഫോളോ അപ്പ് ആക്ഷൻസ്, പ്രിവെന്റീവ് ആക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അടുത്തതാണ് എന്ത്, ഇൻസ്പെക്ഷൻസ് അല്ലെ, പരിശോധനകൾ. ഓക്കെ, ഇൻസ്പെക്ഷൻസിൽ എന്താണ് പറയുന്നത്, റെഗുലേറ്ററി ഏജൻസീസ് oversee the inspections of hospitals to ensure compliance with the dangerous waste management regulations. ഒന്നുകൂടെ വായിക്കാം. Regulatory agencies oversee inspections of hospitals to ensure compliance with the dangerous waste management regulations. അപ്പൊ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെഗുലേഷൻസും ഓരോ ഹോസ്പിറ്റലുകളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തണം അല്ലെ. അങ്ങനെ ഉറപ്പുവരുത്തുന്നതിനായിട്ട് റെഗുലേറ്ററി ഏജൻസികൾ എന്തിന് നേതൃത്വം കൊടുക്കണം, ഇൻസ്പെക്ഷൻസിന് നേതൃത്വം കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ എന്ത് നടത്തണം, ഇൻസ്പെക്ഷൻസ് നടത്തണം അല്ലെ, പരിശോധനകൾ നടത്തണം. ഇത്തരം പരിശോധനകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്, റെഗുലേറ്ററി ഏജൻസികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, ഹോസ്പിറ്റലുകള് എല്ലാ വേസ്റ്റ് മാനേജ്മെന്റ് ഈ പറയുന്ന റെഗുലേഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പാക്കണം അല്ലെ. എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്ത് നടത്തണം, ഇൻസ്പെക്ഷൻസ് നടത്തണം, പരിശോധനകൾ നടത്തണം. ആരാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്, റെഗുലേറ്ററി ഏജൻസികളാണ് അതിന് വേണ്ട നേതൃത്വം വഹിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ ഹോസ്പിറ്റൽസ് മസ്റ്റ് ബി റെഡി ഫോർ ദീസ് ഇൻസ്പെക്ഷൻസ് and have a plan in place to rectify any insufficiency identified during the inspection. അതുകൂടാതെ എല്ലാ ഹോസ്പിറ്റലുകളും ഇത്തരം പരിശോധനകൾക്ക് എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. ഇത്തരം പരിശോധനകൾക്ക് അവര് റെഡി ആയിരിക്കണം. റെഡി ആയ മാത്രം പോരാ, ഈ ഇൻസ്പെക്ഷന്റെ ഇടയിൽ, പരിശോധനയ്ക്കിടയിൽ എന്തെങ്കിലും ഇൻസഫിഷ്യൻസി, പോരായ്മകൾ കണ്ടെത്തുകയാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിന്, അത് എന്താ പറയാ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകളും ആ ഒരു ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ പല ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇത്തരം റെഗുലേറ്ററി ഏജൻസികൾ നമ്മുടെ ശ്രദ്ധയിൽ അത് പെടുത്തും. പിന്നെ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഇംപ്രൂവ്മെന്റ്സുകളൊക്കെ നടത്തണം എന്ന് അവര് നമ്മളോട് പറയും. അപ്പൊ അതിനനുസരിച്ച് നമ്മളത് കൃത്യമായിട്ട് അതിനുള്ള പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ ആ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പ്ലാനുകൾ തയ്യാറാക്കണം. അതുപോലെ ഇത്തരം ഇൻസ്പെക്ഷൻസിന് എപ്പോഴും ഹോസ്പിറ്റല് റെഡി ആയിരിക്കുകയും വേണം. ഇത്തരം പരിശോധനകൾക്ക് എപ്പോഴും റെഡി ആയിരിക്കുകയും വേണം. അടുത്തത് പറയുന്നത് പെനാൾട്ടീസ് ഫോർ നോൺ കംപ്ലൈൻസ് ആണ് കേട്ടോ. കംപ്ലൈൻസ് എന്ന വാക്കിന്റെ അർത്ഥം പാലിക്കുക എന്നാണ് കേട്ടോ. കംപ്ലൈന്റ് എന്ന് വിചാരിക്കരുത്, അത് പരാതിയാണ് കേട്ടോ. ഇത് കംപ്ലൈൻസ് എന്നാണ്. ഓക്കെ, സ്പെല്ലിങ്ങിന് വ്യത്യാസമുണ്ട് കേട്ടോ. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പെനാൾട്ടീസ് ഫോർ നോൺ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാലിക്കാതിരുന്നാൽ വരുന്ന ശിക്ഷകളാണ് അല്ലെ, പെനാൾട്ടികളാണ്. അപ്പൊ നോക്കുക, ഹോസ്പിറ്റൽസ് ദാറ്റ് ഫെയിൽ to abide by dangerous waste management regulations
they have to face fines, penalties and legal actions. അത്രയേ ഉള്ളൂ. അതായത് ഇത്തരം വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ് പാലിക്കുന്നതിന് ഹോസ്പിറ്റലുകൾ പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ഫൈനുകൾ, പെനാൾട്ടികൾ, എന്തിനു പറയുന്നു, നിയമ നടപടികൾ വരെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊരു റൂളാണ് ശരിക്കും. റെഗുലേഷൻസ് ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. പാലിച്ചതില്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന് നിയമപരമായിട്ടുള്ള നടപടികളെല്ലാം തന്നെ ഫേസ് ചെയ്യുന്നതായിട്ട് വരും. പോരാത്തതിന് നഷ്ടപരിഹാരം കൊടുക്കാനും പെനാൾട്ടി അടക്കേണ്ട ഒരു അവസ്ഥയിലൂടെ വരും. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മെയിനായിട്ട് ഇത്തരം ഇതിൽ പഠിച്ചു വെക്കേണ്ട കാര്യം RCRA എന്താണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതിന്റെ ഫുൾ ഫോം ചോദിക്കും. അപ്പൊ പറയണം റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. അതൊരു ഫെഡറൽ ആക്ട് ആണ് കേട്ടോ. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണെന്ന് ചോദിച്ചാലും അറിയണം. അത് സ്പില്ലേജ് വേസ്റ്റ്, ഹോസ്പിറ്റലിന്റെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ആക്ട് ആണ് OSH കേട്ടോ, ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഫുൾ ഫോം ഒക്കെ ചോദിക്കാം കേട്ടോ. അതും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ EPA ഫുൾ ഫോം എന്താണ്, അതായത് എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്നാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കോമൺ കാര്യങ്ങളാണ്. എല്ലാവിധ ഫെഡറൽ, സ്റ്റേറ്റ്, ലോക്കൽ പെർമിഷൻസ് ഒക്കെ ലഭിച്ചിരിക്കണം. പിന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട പരിശീലനങ്ങളും സർട്ടിഫിക്കേഷനും ഒക്കെ കൊടുത്തിരിക്കണം. പിന്നെ ചോർച്ചയെ പറ്റിയിട്ടുള്ള വിവരങ്ങളുടെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്തിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രികൾ പരിശോധനകൾ നടത്തിയിരിക്കണം. പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിനുള്ള പ്ലാനുകളും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതൊന്നും പാലിക്കാതെ ഇരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് പെനാൾട്ടി, ഫൈൻ അല്ലെങ്കിൽ മറ്റുള്ള നിയമ നടപടികളൊക്കെ ഫേസ് ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, ഇനി നോക്കാം. Compliance with the regulatory framework for the spillage waste management is critical for safeguarding the environment and public health and avoiding the legal and financial penalties. ഇതൊന്നും പറയേണ്ട കാര്യം നമുക്ക് അറിയാം. ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽസ് മസ്റ്റ് ബി അപ് ടു ഡേറ്റ് ഓൺ റെഗുലേഷൻസ്. അപ്പൊ ഇത്തരം റെഗുലേഷൻസുകളിൽ എപ്പോഴും ഹോസ്പിറ്റൽസ് എന്തായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. കാര്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, അതെപ്പോഴും സ്ഥിരമായിരിക്കണമെന്നില്ല. അതിന് പല പല അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കും അല്ലെ. പുതിയ റൂളുകൾ വരും, ചില പഴയ റൂളുകൾ എടുത്ത് മാറ്റും, പുതിയ പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അങ്ങനെ എപ്പോഴും റെഗുലേഷൻസിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഹോസ്പിറ്റലുകൾ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളൊക്കെ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. സെക്യൂർ ദ റിക്വയർഡ് പെർമിറ്റ്സ്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അനുവാദങ്ങൾ എടുത്തിരിക്കണം. അതായത് സ്റ്റേറ്റ്, ഫെഡറൽ, ലോക്കൽ അനുവാദങ്ങളൊക്കെ നേടിയിരിക്കണം. പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്, ആരോഗ്യ പ്രവർത്തകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും സർട്ടിഫിക്കേഷനും കൊടുത്തിരിക്കണം. അതുപോലെ കീപ് ആക്യുറേറ്റ് റെക്കോർഡ്സ്, ചോർച്ചയെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്തിരിക്കണം. ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾക്ക് അവര് പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ, മനസ്സിലായോ? ഓക്കെ, അടുത്ത ഭാഗത്തോട്ട് പോവാട്ടെ. ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അടുത്തതാണ് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. നമ്മൾ ഇനി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഇപ്പൊ നിലവിലുള്ള പുതിയ പുതിയ ടെക്നോളജികള്, പുതിയ പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ് കേട്ടോ. ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകൾ ഇതെല്ലാം നമുക്ക് മാനുവലി ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പൊ വരുന്നില്ല, ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലും ഒരുപാട് പുതിയ പുതിയ ടെക്നോളജികൾ, പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട്, കുറെ കൂടെ ടൈം എഫിഷ്യന്റ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ഇപ്പൊ നിലവിലുള്ള പുതിയ ട്രെൻഡുകള്, പുതിയ പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണ് ജസ്റ്റ് അത് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഫസ്റ്റ് ഒന്നാമത്തെ വരുന്നത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ആണ് കേട്ടോ. പോയിന്റ് മാത്രം നമ്മൾ മനസ്സിലുണ്ടായാൽ മതി. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ കേട്ടോ. എന്താണ്, അതൊരു പുതിയ ടെക്നോളജിയാണ് കേട്ടോ. നോക്കുക, robotics and automation technologies are being evolved to handle the danger waste safely and skillfully. എന്നു പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിലെ ഈ ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ വളരെ സേഫ് ആയിട്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണിത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം റോബോട്ടുകളുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കും അല്ലെ. This can help
lessen the risk of exposure for healthcare workers. ഇപ്പൊ ആലോചിക്കുന്നത് കോവിഡ് ഒക്കെ സമയത്ത് നമ്മുടെ നാട്ടിലില്ലേ, പക്ഷെ പുറം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക പേഷ്യൻസിന് മരുന്നും മറ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. കാരണം മനുഷ്യരായിട്ടുള്ള സമ്പർക്കം പാടില്ലല്ലോ. അപ്പൊ അതിന് പകരം റോബോട്ടിക് സംവിധാനങ്ങളിലൂടെയൊക്കെ മരുന്ന് വിതരണം അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്, ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിൽ റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാമോ? ഇറ്റ് വിൽ ലെസൻ ദി റിസ്ക് ഓഫ് എക്സ്പോഷർ ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അല്ലെ, ആരോഗ്യ പ്രവർത്തകര് ഇത്തരത്തിലുള്ള വേസ്റ്റുകളുമായിട്ട് ഇടപെടുന്നത് കുറയൂടെ. പക്ഷെ അവർക്ക് നേരിട്ട് പോയി ഇടപെടുന്ന അത്തരം സാഹചര്യങ്ങൾ കുറയ്ക്കും. കാരണം റോബോട്ടിക്സ് വഴിയായിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, അത് മാത്രമല്ല ആൻഡ് മേക്ക് ബെറ്റർ ദ അക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ. അപ്പൊ ഇത്തരത്തിലുള്ള റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അത് വളരെ അക്യുറേറ്റ് ആയിട്ടും കുറെ കൂടി സ്പീഡായിട്ട് നമുക്ക് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. ഒരു പുതിയ ട്രെൻഡാണെന്ന് നോക്കാൻ മതി, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ കേട്ടോ. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ബയോ റെമഡിയേഷൻ. എന്താണ് ബയോ റെമഡിയേഷൻ? എന്താണ് ബയോ റെമഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് ടെക്നോളജി that uses natural biological process to break down the dangerous waste. അതൊന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ബയോ റെമഡിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. ദിസ് ടെക്നോളജി യൂസസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ദ ഡേഞ്ചറസ് വേസ്റ്റ്. അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സുകൾ, ബയോളജിക്കൽ പ്രോസസ് എന്ന് വെച്ചാൽ നമ്മൾ മൈക്രോബ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാക്ടീരിയ, ഫംഗസ് അത്തരത്തിലുള്ള മൈക്രോബുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. അതിന് പല പല കമ്പോണന്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡീകമ്പോസ് ചെയ്യുന്ന പോലെയാണ്. ഇത്തരം ഡേഞ്ചറസ് വേസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. അപ്പൊ അത് നാച്ചുറൽ പ്രോസസ് ആണ് ഉപയോഗിക്കുന്നത്. ബയോളജിക്കൽ പ്രോസസ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ ലിവിങ് ഓർഗാനിസം ലൈക്ക് മൈക്രോബ്സ് പോലെ, ഇപ്പൊ നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അങ്ങനെയുള്ള മൈക്രോബ്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ഡൗൺ ചെയ്യാണ് കേട്ടോ. അതിനെങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ദിസ് ക്യാൻ ബി an effective and environment friendly approach to spillage waste management. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതും വളരെ എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ബയോളജിക്കൽ പ്രോസസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ ആ മാലിന്യത്തിന് നമ്മൾ ഇല്ലാതാക്കിയാണ്. അപ്പൊ അത് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. കുറെ കൂടെ എന്താണ് എക്കോ ഫ്രണ്ട്ലി ആണ്, എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ എന്താണ് ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക. This is the technology that uses the biological process to break down the spillage waste കേട്ടോ. ഓക്കെ, അങ്ങനെ എടുത്ത് തന്നെ ചോദിക്കാം. അടുത്തതാണ് പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ. എന്താണ് പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ? എന്താണ് പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ is a process that uses high temperatures. അതാണ് എന്റെ പ്രത്യേകത കേട്ടോ, അണ്ടർലൈൻ ചെയ്യുക. That uses high temperatures to break down the unsafe waste, including spillage waste. അല്ലെ, ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ, ചോർച്ചാ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള സുരക്ഷിതമല്ലാത്ത വേസ്റ്റുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനായിട്ട് ഹൈ ടെമ്പറേച്ചർ ഉപയോഗപ്പെടുത്തുന്നത്, ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ. അപ്പൊ നോക്കിയേ, ബയോ റെമഡിയേഷൻ എന്തായിരുന്നു? അവിടെ നമ്മൾ സ്പില്ലേജ് വേസ്റ്റുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ബയോളജിക്കൽ പ്രോസസ് ആണ് ഉപയോഗപ്പെടുത്തിയത്. അതാണ് ബയോ റെമഡിയേഷൻ. പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ. ഓക്കെ, അടുത്ത നോക്കിയേ, ദിസ് ടെക്നോളജി ക്യാൻ minimize the volume of waste. അത് പറഞ്ഞു, including spillage waste into its constituent components. എന്ന് വെച്ചാൽ അതിന്റെ പല പല കമ്പോണന്റുകളായിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിന് എന്ത് ഉപയോഗിക്കുന്നത്? ഹൈ ടെമ്പറേച്ചർ ആണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ദിസ് ടെക്നോളജി ക്യാൻ മിനിമൈസ് the volume of waste. അപ്പൊ നമ്മൾ ഇങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ചൂടാക്കി കഴിയുമ്പോൾ എന്തുണ്ടാവും? ഇറ്റ് വിൽ reduce the volume of the എന്താ പറയാ വേസ്റ്റ്. അല്ല, ആ വേസ്റ്റിന്റെ വോളിയം, അതിന്റെ അളവ് അവിടെ കുറയ്ക്കും. അതായത് കുറയ്ക്കുന്നു. Then lessen the risk of exposure to dangerous substance. അതുപോലെ ഇത്തരം അപകടകരമായിട്ടുള്ള വസ്തുക്കളുമായിട്ടുള്ള എക്സ്പോഷർ, അല്ലെ, ആളുകൾ ഇടപെടുന്ന ആ എക്സ്പോഷറിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു.
ആൻഡ് റീഗെയിൻ വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ റീയൂസ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റൽസ് അതിനകത്ത് മെറ്റൽസ് അല്ല മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീയൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ രീതിയിലാണ് പ്ലാസ്മ ആർട്ട് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ വേസ്റ്റിന്റെ വോളിയം കുറയ്ക്കാൻ പറ്റും, അതിന്റെ എക്സ്പോഷറിനുള്ള റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അതിനകത്ത് ഏതെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമുക്കത് റീറ്റെയിൻ ചെയ്ത് റീയൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഏറ്റവും ന്യൂ ആയിട്ട് ഏറ്റവും പുതിയ ട്രെൻഡുകളാണ് കേട്ടോ, പുതിയ ടെക്നോളജിയാണ് ഇപ്പൊ നിലവിൽ ഉള്ളത് കേട്ടോ. അപ്പൊ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ബയോ റെമഡിയേഷൻ, പ്ലാസ്മ ആർട്ട് ഗ്യാസിഫിക്കേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു കേൾക്കുമ്പോൾ തന്നെ അല്ലെ, ഒരു ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രീൻ കെമിസ്ട്രി ഇസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റെഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. അതായത് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള എന്താ പറയാ വേസ്റ്റുകളുടെ ജനറേഷൻ, അതിന്റെ പ്രൊഡക്ഷന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ കുറയ്ക്കുകയാണ്. അതേ രീതിയിലാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തരം വേസ്റ്റുകൾ ഉണ്ടാവുന്ന ആ ഒരു അതിന്റെ പ്രൊഡക്ഷൻ മാക്സിമം കുറയ്ക്കാം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ദിസ് ഇസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റെഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ്, കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന അതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ് അല്ലെ. This can help bring down the amount of dangerous waste produced, including leakage waste. അപ്പൊ ഇതിലൂടെ ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റുകളുടെ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷന്റെ എമൗണ്ട് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാം. അങ്ങനെ കുറച്ചുകൊണ്ട് അപ്പൊ പരമാവധി വേസ്റ്റ് ഉണ്ടാവുന്നത് തന്നെ കുറച്ചു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള മാനേജ് ചെയ്യാൻ നമുക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും. ആ ഒരു അപ്രോച്ചാണ് ഗ്രീൻ കെമിസ്ട്രിയിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് നാനോ ടെക്നോ, ഓരോന്നിന്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിരിക്കുക കേട്ടോ. അടുത്തതാണ് നാനോ ടെക്നോളജി. എന്താണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാല്? നാനോ ടെക്നോളജി is being developed to give more effective and environment friendly solutions for the dangerous waste management, which includes the spillage waste കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനാണ് ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നാനോ ടെക്നോളജി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളിവിടെ നാനോ പാർട്ടിക്കിൾസ് ആണ്. നാനോ പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത അത്ര ചെറിയ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത്തരം വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത് കേട്ടോ. കാര്യം നാനോ പാർട്ടിക്കിൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൂടാതെ ഒരു എക്സാമ്പിൾ അവർ പറയുന്നത്, ഫോർ എക്സാമ്പിൾ നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി യൂസ്ഡ് സെലക്ടീവ്ലി ടു ബൈൻഡ് hazardous substances, making them easier to eliminate and dispose of safely. അതായത് ഇത്തരം നാനോ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അറിയാമോ? ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റുകളെ ബൈൻഡ് ചെയ്യാൻ പാകത്തിലാണ് നാനോ പാർട്ടിക്കിൾസിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ടോക്സിൻസ് ആയിരിക്കാം, മറ്റുള്ള മെറ്റൽ വേസ്റ്റുകളായിരിക്കാം, പൊല്യൂട്ടൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെയെല്ലാം തന്നെ ബൈൻഡ് ചെയ്യാൻ പാകത്തില് പാകത്തിലാണ് ഇത്തരം നാനോ പാർട്ടിക്കിൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ നാനോ പാർട്ടിക്കിള് ഇങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയലുമായിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും അറിയാമോ? ഇത്തരം വേസ്റ്റ് മെറ്റീരിയലുകളുടെ കൂടുതൽ ഹാർംഫുൾ ഇഫക്റ്റിന് നമുക്ക് അവിടെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ആ ഒരു ഹാർംഫുൾ ഇഫക്റ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഈ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന്റെ ഹാർംഫുൾ ഇഫക്റ്റ് കുറെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ന്യൂട്രലൈസ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് കുറെ കൂടെ അതിനെ എന്താ പറയുക ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ സാധിക്കും. ഈസി ആയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനും ഡിസ്പോസ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. ആ രീതിയിൽ നാനോ ടെക്നോളജി പുതിയൊരു ട്രെൻഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ നിലവിലുള്ള പുതിയ ട്രെൻഡുകൾ, പുതിയ ടെക്നോളജിയാണ് ഈ പരിചയപ്പെട്ടത് കേട്ടോ. എത്ര പോയിന്റ് ഉണ്ടായിരുന്നു? 5 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ആണ് കേട്ടോ. അതായത് റോബോട്ടിക് സംവിധാനത്തിലൂടെ നമ്മൾ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഇത്തരം വേസ്റ്റുകളുമായുള്ള സമ്പർക്കം കൂടുതൽ ഒഴിവാക്കാൻ സാധിക്കും. അവരുടെ എക്സ്പോഷർ കുറയ്ക്കാനും അതുവഴി അവർക്ക് കുറെ കൂടെ സേഫ് ആവാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. പിന്നെ ഓട്ടോമേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരം വേസ്റ്റുകൾ വളരെ സ്പീഡില് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും.
ബയോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ കിടപ്പുണ്ട്. ബയോ എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ പ്രോസസ് ആണ് അല്ലെ. നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ സ്പില്ലേജ് വേസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുമ്പോൾ മെറ്റീരിയലിന്റെ ഫോർത്ത് സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് പ്ലാസ്മ. അപ്പൊ ഹൈ ടെമ്പറേച്ചർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഹൈ ടെമ്പറേച്ചർ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ സ്പില്ലേജ് വേസ്റ്റുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ. ഗ്രീൻ കെമിസ്ട്രിയിൽ എന്താണ് ചെയ്തത്? ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റിഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് സബ്സ്റ്റൻസിൽ ഉണ്ടാവുന്നത് തന്നെ അതിന്റെ പ്രൊഡക്ഷനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റിഡ്യൂസ് ചെയ്യണം. ആ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഗ്രീൻ കെമിസ്ട്രി കൊണ്ടുവന്നിരിക്കുന്നത്. നാനോ ടെക്നോളജി എന്തിനാ ഉപയോഗിക്കുന്നത്? അത് ഇതുപോലെ വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്പില്ലേജ് വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പുതിയൊരു ട്രെൻഡാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കാൻ കേട്ടോ. ഓക്കെ ആണോ? ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അല്ല അധികം ഒന്നും ഒരുപാടൊന്നും കാര്യമായിട്ടൊന്നും ഇതിനകത്ത് വലിയ പഠിക്കാനൊന്നുമില്ല. ശരിക്കും സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ തുടക്കം നമ്മൾ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. പ്രത്യേകം ഓർക്കുക, ഏതൊരു ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പ്ലേസിൽ നിന്ന് ചോരുന്നതോ ഒഴുകുന്നതോ ആയിട്ടുള്ള ഏതൊരു വസ്തുവിനെ നമുക്ക് സ്പില്ലേജ് വേസ്റ്റ് ചോർച്ചാ മാലിന്യങ്ങൾ എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്തരം വേസ്റ്റുകൾ ശരിയായി മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിനെ ഹെൽമെറ്റിൽ ആളുകളുടെ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. പിന്നെ നമ്മൾ പഠിച്ച പോയിന്റുകൾ റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ് കേട്ടോ. അതൊക്കെ പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഈ സ്പില്ലേജ് വേസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന റിസ്കുകള് അപകടങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഒരു 6 പോയിന്റ് നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ. ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന റിസ്കുകളാണ്. പിന്നെ നമ്മൾ പഠിച്ചത് സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ആണ്. ഏതൊക്കെ സോഴ്സുകളിലൂടെയാണ് ഇത്തരം ലീക്കേജ് വേസ്റ്റുകൾ ഉണ്ടാകുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു മെഡിക്കൽ പ്രൊസീജിയർ ഉണ്ട്, ലബോറട്ടറി ടെസ്റ്റിംഗ്, പേഷ്യന്റ് കെയറിന്റെ ഭാഗമായിട്ട് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗ് ഓഫ് മെഡിക്കൽ എക്വിപ്മെന്റ്, സ്കിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇത്രയും സോഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളുടെ പല പല ടൈപ്പുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്, കെമിക്കൽ, ഷാമ്പ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, ഓർഗാനിക് മെറ്റീരിയലുകൾ, അതർ ഡേഞ്ചറസ് മെറ്റീരിയൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റെപ്പുകൾ. ആദ്യം നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നു, പ്ലാനിനനുസരിച്ച് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്വിപ്മെന്റ് കൊടുക്കുന്നു, സ്റ്റാഫുകൾക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നു, അതുപോലെ ലീക്കേജ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രോപ്പർ മെറ്റീരിയലുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ പ്രോപ്പർ മാനറിൽ ഡിസ്പോസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഓരോന്നിന്റെ ഡിസ്പോസൽ പ്രൊസീജിയർ ആണ്. അതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് പോലെയുള്ള സ്പില്ലേജ് വേസ്റ്റുകളുടെ ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ 1% ഹൈപ്പോക്ലോറിന്റെ സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റുകളുടെ ഡിസ്ഇൻഫെക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. അത് ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ? പിന്നെ 10% സോഡിയം തയ്യാറ് ഇതിനായിരുന്നു മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. പിന്നെ ഷാർപ്പ്, ബാക്കിയൊക്കെ ഏകദേശം ഒരുപോലെയാണ്. PPE ഫുൾ ഫോം പഠിക്കണം കേട്ടോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ വരുന്നത് എന്തൊക്കെയാ? ഗ്ലൗസ്, മാസ്ക്, ഗൂഗിൾസ്, ഇതെല്ലാം തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ്. പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടത് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ആണ്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ ആണോ? ഈ ചാപ്റ്റർ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. പുതിയ ചാപ്റ്റർ വന്നിട്ട് മെഡിക്കൽ ടെർമിനോളജി ആണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി. അപ്പൊ എല്ലാവരും പേനയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചോളൂ കേട്ടോ. ടെർമിനോളജി പഠിക്കുമ്പോൾ ഞാൻ പറയില്ല കേട്ടോ, പേന എടുത്ത് കയ്യിൽ വെക്കണം കേട്ടോ. ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ പൊതുവെ ഇത് ഷെയർ ചെയ്താണ് എടുക്കാറ്. ഈ ഒരു ചാപ്റ്റർ ഷെയർ ചെയ്താണ് എടുക്കാറ്. പക്ഷെ മറ്റുള്ള മിക്കവാറും പോർഷൻസ് തീർന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെ തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് മെഡിക്കൽ ടെർമിനോളജിയിലേക്ക് കടക്കണം കേട്ടോ. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ.
പക്ഷെ അത് ഫുള്ള് പഠിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് എക്സാമിന് വരുന്നത്, അതായത് എക്സാമിന് മുന്നിൽ ചോദിച്ചിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചില മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാം. അപ്പൊ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് അത് പഠിക്കണം കേട്ടോ. നിർബന്ധമായിട്ട് പഠിക്കണം. മറ്റുള്ളത് പഠിക്കേണ്ടതല്ല പറഞ്ഞത്. സമയമുണ്ടെങ്കിൽ അത് പഠിക്കുക. പക്ഷെ മാർക്ക് ചെയ്ത് തരുന്നത് നിർബന്ധമായിട്ട് പഠിച്ച് തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇത് എന്ത് വേണം, കാരണം ഒരു വർഷത്തിൽ ചോദിച്ചതും വരാൻ സാധ്യതയുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം മെഡിക്കൽ ടെർമിനോളജി ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. ഇന്നിപ്പോ പേനയുടെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കേൾക്കാം കേട്ടോ. എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പഠിക്കുന്നതിനേക്കാളും മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാല്? മെഡിക്കൽ ടെർമിനോളജി പലർക്കും സംശയമാണ്. ഇതുവരെ മെഡിക്കൽ കോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ വല്ല മെഡിക്കൽ സ്ക്രൈബിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടാവാം. മെഡിക്കൽ കോഡിംഗ് വേറെയാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി വേറെയാണ്, മെഡിക്കൽ കോഡിംഗ് വേറെയാണ്, മെഡിക്കൽ സ്ക്രൈബിംഗ് എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. പലർക്കും ഇത് പഠിക്കുമ്പോൾ കോഡിംഗ് ആണോ എന്ന് തോന്നും. കോഡിംഗ് അല്ല കേട്ടോ, കോഡിംഗ് വേറെയാണ്. ഇത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ മെഡിസിൻ ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ മെഡിസിൻ ആണ്. നമ്മുടെ മെഡിസിന്റെ ലാംഗ്വേജ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മെഡിക്കൽ ടെർമിനോളജി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാല് ദാറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡ്സ് കേട്ടോ. ഗ്രീക്ക് ലാറ്റിൻ പദങ്ങളിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്ത് വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കാം, നമ്മുടെ മെഡിസിന്റെ ഒരു ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി കണക്കാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട്, ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇപ്പൊ ഡോക്ടേഴ്സിന് പരസ്പരം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡോക്ടർ, നഴ്സ്, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകൾക്കിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഒരു ഡോക്ടർ ഒരു പേഷ്യന്റ് ആയിട്ട് സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ഡോക്ടറായിട്ട് സംസാരിക്കുമ്പോഴോ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല. അവര് ഡോക്ടേഴ്സ് പരസ്പരം, നഴ്സസ് പരസ്പരം ഒക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ ടെർമിനോളജി എന്ന് പറഞ്ഞാല് അതിലെന്തൊക്കെ ശരിക്കും നമ്മുടെ ഹ്യൂമൻ അനാട്ടമി എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ പറയാ, ബോഡി സ്ട്രക്ചർ ആയിട്ട് നമ്മുടെ ഹ്യൂമൻ അനാട്ടമി, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള ബയോളജിക്കൽ പ്രോസസ്സുകള്, പ്രൊസീജിയറുകള്, അല്ലെ, ചില നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ ഡിസീസുകള്, അല്ലെ, അസുഖങ്ങള്, സിംറ്റംസുകള്, പിന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ ചെയ്യുന്ന ചില സർജിക്കൽ പ്രൊസീജിയറുകള്, അങ്ങനെ എല്ലാം വരും. ഓക്കെ, രോഗലക്ഷണങ്ങള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന certain kinds of words and terms-നെയാണ് നമ്മൾ മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മെഡിക്കൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹ്യൂമൻ അനാട്ടമി, നമ്മുടെ നടക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സ്, മെറ്റാബോളിക് ആക്ടിവിറ്റീസുകള്, ഡിസീസുകള്, സിംറ്റംസുകള്, പ്രൊസീജിയറുകള്, അങ്ങനെ ഒരു ശരീരവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവിടുത്തെ ഓർഗൻസുകള്, അവയവങ്ങള്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ടേംസ് ആൻഡ് എന്താ പറയാ വേർഡ്സിനെയാണ് നമ്മൾ മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പഠിക്കുമ്പോൾ, നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് മെഡിക്കൽ ടെർമിനോളജി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അതിനെ 4 കമ്പോണന്റുകളായിട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 4 കമ്പോണന്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് മെഡിക്കൽ ടെർമിനോളജിക്കായിട്ട്. 4 കമ്പോണന്റ്. അത് 4 കമ്പോണന്റ് പറയുന്നത് വേറൊന്നിന് വേണ്ടിയിട്ടല്ല, നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് അറിയോ ഈ 4 കമ്പോണന്റ്? ഒന്ന് വന്നിട്ട് പ്രിഫിക്സ് ആണ്, ഒന്നാമത്തത് പ്രിഫിക്സ് ആണ്, രണ്ടാമത്തത് സഫിക്സ് ആണ്, സഫിക്സ്. ഓക്കെ, മൂന്നാമത്തത് കോമൺ റൂട്ട് വേർഡ് ആണ്. അതാണ് കോമൺ റൂട്ട് വേർഡ്, അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്നും പറയാം. ശരിയാണ്, കോമൺ റൂട്ട് വേർഡ് അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്നും പറയാം കേട്ടോ, തിരിച്ചും പറയാം, കുഴപ്പമില്ല. പിന്നെ വരുന്നത് കമ്പൈനിങ് എ വവ്വൽ ആണ്. അത് ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ ഇടയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ കമ്പൈനിങ് എ വവ്വൽ, നമ്മൾ ഏതെങ്കിലും ഒരു വവ്വൽ ലെറ്റേഴ്സ് ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്യും. ഇംഗ്ലീഷിലെ വവ്വൽ ലെറ്റേഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു, അല്ലെ? വവ്വൽസ് അറിയാലോ. ഇംഗ്ലീഷിലെ വവ്വൽസ് ഏതൊക്കെയാണ്? എ,
EIOU അല്ലെ. ഓക്കെ, അപ്പോ ഈ 4 കമ്പോണന്റുകളാണ് അതിന്റെ പ്രധാനമായിട്ട് വരുന്നത്. ഇനി വേറൊരു വിഭാഗമാണെന്ത് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്, ചുരുക്കിയെടുത്ത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും മെഡിക്കൽ ടെർമിനോളജി തന്നെ നമുക്ക് 4 കമ്പോണന്റുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഒന്ന് വന്നിട്ട് പ്രിഫിക്സ് ആണ്, രണ്ടാമത്തത് സഫിക്സ് ആണ്, മൂന്നാമത്തത് കോമൺ റൂട്ട് വേർഡ് ആണ്, നാലാമത്തത് കമ്പൈനിങ് നെയിം വെർബ് ആണ്. ഓക്കെ, അപ്പോ അവിടെ നിൽക്കട്ടെ. ജസ്റ്റ് ഒന്ന് മെഡിക്കൽ ടെർമിനോളജി എന്താണ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുക. ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഈസ് നോൺ ആസ് ദ മെഡിക്കൽ ടെർമിനോളജി കേട്ടോ. ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ originated from Greek and Latin. Okay, Greek and Latin നിന്നാണ് ഈ മെഡിസിന്റെ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. Medical terminology is employed in international language and it is also essential to communicate with the other medical workers. മറ്റുള്ള മെഡിക്കൽ വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലാംഗ്വേജ് വളരെയധികം അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, നോക്കാം. മെഡിക്കൽ ടെർമിനോളജി ഈസ് the language used to specifically describe the human body, elements, method, circumstances, etc. Underline ചെയ്തിരിക്കുക കേട്ടോ. എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നാണ് പറയുന്നത്. It's a language that is used to specifically describe human body, നമ്മുടെ മനുഷ്യ ശരീരം, അതുപോലെ എലമെന്റ്സ്, പിന്നെന്താണ് മെത്തേഡുകൾ, സർക്കംസ്റ്റൻസസ്, ഇതെല്ലാം തന്നെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. That is called മെഡിക്കൽ ടെർമിനോളജി. അടുത്തത് അണ്ടർസ്റ്റാൻഡിംഗ് ടെർമിനോളജി റിക്വയർസ് verbs down into their separate components of script, suffix and root word, and having a solid practical knowledge of those parts. അപ്പൊ നമ്മൾ ഈ ടെർമിനോളജി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന് പല പല കമ്പോണന്റുകളായിട്ട് തിരിച്ചു വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ആ പറയുന്ന കമ്പോണന്റ് ആയിട്ട് തിരിച്ചാൽ മാത്രം ഓരോ കമ്പോണന്റ് എന്താണെന്ന് കൂടെ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ആ കമ്പോണന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രിഫിക്സ്, രണ്ട് സഫിക്സ്, മൂന്നാമത്തത് കോമൺ റൂട്ട് വേർഡ്സ് കേട്ടോ. അതിന്റെ ഇടയിൽ കമ്പൈനിങ് വെർബ് പറയുന്നുണ്ട്, അത് വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൂ. കമ്പൈനിങ് വെർബ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം പ്രിഫിക്സ് എന്താണെന്ന് നോക്കാം. എന്താണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രീഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. അതങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ഈസ് കോൾഡ് പ്രിഫിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ട്, തുടക്ക ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടെർമിനോളജിയിലേക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രിഫിക്സ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രിഫിക്സ് ആണ്. ഈ പ്രിഫിക്സ് ഒക്കെ ഇവിടെ കുറെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഫസ്റ്റ് ലെറ്റർ ആണ്, അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഹൈഫൺ വരുന്നുണ്ട്. നിങ്ങൾക്ക് എ ഹൈഫൺ, എ ബി ഹൈഫൺ കണ്ടോ, എ ഡി ഹൈഫൺ, അതുപോലെ എ എൻ കണ്ടോ. ഒരു ബിഗിനിങ് പാർട്ട് കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് ഒരു ഹൈഫൺ കാണാം. ആ ഹൈഫൺ എന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? അതായത് ഇയാളെ ബിഗിനിങ് പാർട്ടാണ് എന്ന് പറഞ്ഞ ബിഗിനിങ് പാർട്ടാണ്. ഇയാളെ തുടർന്ന് ബാക്കി കുറെ ആളുകൾ ഈ ഒരു വേർഡിനകത്ത് വരാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഒരു ഹൈഫൺ. ഓക്കെ, നമ്മൾ എഴുതുമ്പോഴൊന്നും അങ്ങനെ ഹൈഫൺ എഴുതൂല കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. പ്രിഫിക്സ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. അപ്പൊ അതിനെ തുടർന്ന് അയാൾ ആദ്യത്തെ ആളാണല്ലോ, അയാളെ തുടർന്ന് ഇനി മറ്റു പല ആളുകളും ഈ ഒരു മെഡിക്കൽ ടേമിനകത്ത് വരാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ചെറിയൊരു ഹൈഫൺ ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. എന്താണ് പ്രിഫിക്സ്? പ്രിഫിക്സ് മീൻസ് എ വേർഡ് അറ്റാച്ച്ഡ് at the beginning of a word. Underline ചെയ്യാം കേട്ടോ. Prefix means is a word attached at the beginning of a word കേട്ടോ. ഓക്കെ, അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. And generally describes the location and intensity. പൊതുവെ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റിനെയൊക്കെയാണ് പൊതുവെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ബാക്കി ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്. ഇത്രയും ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ വേർഡ് കേട്ടോ. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കി നമ്മൾ ജസ്റ്റ് വായിക്കാം. Prefixes are often found in general language and in medical as well as scientific terminology. അതായത് നമ്മൾ ഈ പറയുന്ന പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനോളജിയിൽ മാത്രമൊന്നും അല്ലാണ്ട് ഉപയോഗിക്കുന്നത്, ജനറൽ ലാംഗ്വേജിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് 1-2 എക്സാമ്പിളുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓട്ടോ പൈലറ്റ്, സബ്മറൈൻ, ട്രൈസൈക്കിൾ കേട്ടോ. ഓട്ടോ പ്രിഫിക്സ് ആണ്.
സബ്, സബ്മറൈൻ, സബ്, ട്രൈസിക്കിൾ, ട്രൈ, അല്ലെങ്കിൽ ബൈസിക്കിൾ, ബൈ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിഫിക്സുകളാണ് അല്ലെ. അത് നമ്മൾ പൊതുവെ ജനറൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ മെഡിക്കൽ ടേമിലും സയന്റിഫിക്കിലൊക്കെ നമ്മൾ സയന്റിഫിക് ടെർമിനോളജിയിലൊക്കെ ഉപയോഗിക്കും. അപ്പൊ മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്നതിന് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നോക്കാം. When the medical word ventilation, that is ventilation, that contains a prefix hyper, the meaning of the word is changed hyperventilation. അപ്പൊ നോക്കാം, ഒരു മെഡിക്കൽ വേർഡ് ആണെന്ത് വെന്റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും വായു പ്രവാഹം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ്? വായു പ്രവാഹം. വെന്റിലേഷൻ മീൻസ് വായു പ്രവാഹം എന്നാണ് അർത്ഥം. ഓക്കെ, ഇതിന്റെ കൂടെ നമ്മളൊരു പ്രിഫിക്സ് ചേർക്കാണ്. പ്രിഫിക്സ് ഏതാണെന്നോ? ഹൈപ്പർ. ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഹൈപ്പർ എന്ന് പറയുന്നത് ഹൈ ലെവലിനെയും ഹൈപ്പോ, ഹൈപ്പോ എന്നുള്ളത് ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഹൈപ്പർ എപ്പോഴും ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സ് അതിന്റെ കൂടെ ആഡ് ചെയ്യാണ് തിരിക്കട്ടെ. അപ്പൊ എന്തായി? പുതിയൊരു വാക്കായി അല്ലെ. എന്താണ് ആ വാക്ക്? ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് മാറി. മറ്റേത് വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ വായു പ്രവാഹം എന്നുള്ള അർത്ഥം, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിലുള്ള അർത്ഥം. ഓക്കെ ആണല്ലോ. പക്ഷെ ഈ ഹൈപ്പർ ചേർന്ന് വെന്റിലേഷന്റെ കൂടെ ചേർന്ന് ഹൈപ്പർ വെന്റിലേഷൻ എന്ന പുതിയൊരു വാക്ക് വന്നപ്പോ അതിന്റെ മീനിങ്ങിന് മാറ്റം വന്നു. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? അതായത് വളരെ വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം എന്നാണ് അർത്ഥം. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാല് ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മീനിങ്ങിന് വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ നോട്ട് ഓൾ മെഡിക്കൽ ടേംസ് ഹാവ് പ്രിഫിക്സ്. എല്ലാ മെഡിക്കൽ ടേമിനും പ്രിഫിക്സ് ഉണ്ടാവുന്നത് യാതൊരു നിർബന്ധമില്ല കേട്ടോ. To learn to identify a few of the more commonly used medical terms, you can make out the meanings of terms and that may not be instantly familiar to. അപ്പൊ നമ്മൾക്ക് ഇത്തരം പ്രിഫിക്സുകൾ, മെഡിക്കൽ പ്രിഫിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാക്കണം കേട്ടോ. മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പഠിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കേട്ടോ. ഇപ്പൊ ഹൈപ്പർ വെന്റിലേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ അതിൽ ഹൈപ്പർ, ഹൈപ്പോ, ബൈ, ട്രൈ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ് അല്ലെ, തുടക്ക വാക്കുകൾ. അടുത്ത ആളാണ് സഫിക്സ്. അടുത്ത ആളാണ് സഫിക്സ്. അപ്പൊ സഫിക്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ് അല്ലെ. ഇതാണ് എൻഡിങ് പാർട്ട്. പ്രിഫിക്സ് ബിഗിനിങ് പാർട്ട് ആണെങ്കിൽ സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ്. ഒരു മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗമാണ് ഇത് സഫിക്സ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പ്രിഫിക്സ് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നത് സഫിക്സ് ആണ് കേട്ടോ. സഫിക്സിന്റെ എവിടെ ഹൈഫൺ വന്നേക്കുന്നത് നോക്കിയേ, മുന്നിലാണ് ഹൈഫൺ വന്നേക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് മുന്നിൽ വരാൻ കാരണം എന്താണ്? കാര്യം ഈ സഫിക്സ് എന്ന് പറയുന്ന അവസാന ഭാഗമാണ്, മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗമാണ്. അപ്പൊ ആ മെഡിക്കൽ ടേമിലെ കുറെ ആളുകളെയൊക്കെ കഴിഞ്ഞ് അവരെ തുടർന്നാണ് അവസാനത്തെ ആളായിട്ടുള്ള സഫിക്സ് വരുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് അതിന്റെ മുമ്പിനൊരു ഹൈഫൺ കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, കുറെ ടേംസുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ശേഷം അവസാനമായിട്ടുള്ള വരുന്ന ആളാണ് ആര്? നമ്മുടെ സഫിക്സ് എന്ന് പറയുന്നത്. നമ്മൾ എഴുതുമ്പോൾ മാത്രമേ ഇത് സൂചിപ്പിക്കുള്ളൂ കേട്ടോ. ഇനി പറയുമ്പോഴൊന്നും ഇതൊന്നും പറയുമ്പോൾ നമ്മളിങ്ങനെ ഹൈഫണൊന്നും വെച്ച് പറയില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കമ്പോണന്റ് ആയിട്ട് തിരിക്കുന്നു മാത്രം. അപ്പൊ വായിക്കാൻ നമുക്ക്. Suffixes are used at the end of the words to alter the real meaning കേട്ടോ. ശരിക്കും പറഞ്ഞാല് സഫിക്സ് എന്ന് പറഞ്ഞാൽ എൻഡിങ് പാർട്ട് ഓഫ് മെഡിക്കൽ ടേം ആണ്. അത് ചേരുന്നതോടുകൂടി അതിന്റെ മീനിങ്ങിൽ തന്നെ ആൾട്ടർ വരും, ആൾട്ടറേഷൻ വെച്ച് ചേഞ്ച് വരും അല്ലെ. നോക്കാം, in medical terminology, a suffix normally coined out indicates a procedure, condition, disease or parts of speech കേട്ടോ. സാധാരണ നമ്മുടെ ഒരു മെഡിക്കൽ ടെർമിനോളജിയിൽ സഫിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹ്യൂമൻ കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു ഡിസീസ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് സ്പീച്ച്, നമ്മുടെ സ്പീച്ചിന്റെ ഭാഗമായിട്ട്, സംസാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? സഫിക്സുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A commonly used suffix is itis എന്നാണ് കേട്ടോ. ഇറ്റ്സ് എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതൊന്ന് തിരുത്തണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ആയിരിക്കും. ഐറ്റിസ് എന്നാണ് കേട്ടോ. ITIN ഉണ്ട്, ITIS എന്നുണ്ട് കേട്ടോ. അങ്ങനെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ എടുക്കുന്നത്? അത് ഇറ്റ്സ് എന്നാണോ എടുക്കുന്നത്? ഇറ്റ്സ് എന്നാണോ എടുക്കുന്നത്? ഇറ്റ്സ് എന്നാണ് എടുക്കുന്നത്. അതൊന്ന് തിരുത്തണം കേട്ടോ. ഐറ്റിസ് എന്നാണ്
ഓക്കെ ഓക്കെ ITIS ഒരു ഐ അതിന്റെ ഇടയിൽ ചേർക്കണം കേട്ടോ. ITIS എന്ന് ചേർക്കണേ, ITIS കേട്ടോ. അങ്ങനെ തിരുത്തണം കേട്ടോ, അല്ലെങ്കിൽ ഇറ്റ്സ് എന്നാണ് നമ്മൾ വായിക്കുക. ITIS. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? വിച്ച് മീൻസ് ഇൻഫ്ലമേഷൻ എന്നാണ് അർത്ഥം. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്കം അല്ലെ, നമ്മൾ പറയില്ല വീക്കം, നീർക്കെട്ട് ഒക്കെ നമ്മൾ പറയില്ല, ആ ഒരു അർത്ഥമാണ് കേട്ടോ. ITIS മീൻസ് ഇൻഫ്ലമേഷൻ എന്നാണ്. നമ്മൾ പറഞ്ഞല്ലോ മെഡിക്കൽ ടെർമിനോളജി എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഗ്രീക്ക് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അത് നമുക്കൊന്നും ക്ലിയർ അല്ല. അതേസമയം ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയും. ITIS എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് ആണ് ശരിക്കും. അപ്പൊ അതിന്റെ മീനിങ് നമുക്കറിയില്ല, പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് നമുക്കറിയാം. ഇംഗ്ലീഷ് മീനിങ് ആണ് ഇത് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇൻഫ്ലമേഷൻ എന്താണ്? വീക്കം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ അതൊരു സഫിക്സ് ആണ്. അപ്പൊ നോക്കിയേ, when this suffix is paired with the prefix arthro, which means joint, the word that comes out is arthritis. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ITIS എന്ന് പറയുന്ന ആ ഒരു സഫിക്സിനെ നമ്മൾ ഒരു പ്രിഫിക്സുമായിട്ട് യോജിപ്പിക്കുകയാണ്. ഏത് പ്രിഫിക്സ് ആണെന്നറിയോ? ആർത്രോ എന്ന് പറയുന്ന പ്രിഫിക്സ്. ആർത്രോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ കൂടെ നമ്മൾ ITIS എന്ന് പറയുന്ന ആ ഒരു സഫിക്സിനെ നമ്മൾ ചേർക്കുകയാണ്. അപ്പൊ ചേർക്കുമ്പോ ആർത്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? ആർത്രോ ഒറ്റയ്ക്ക് വെക്കുമ്പോ ആർത്രോ എന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താ? ജോയിന്റ് എന്നാണ് അല്ലെ, സന്ധി എന്നാണ് അർത്ഥം. ഓക്കെ, ITIS എന്ന വാക്കിന്റെ അർത്ഥം ഇൻഫ്ലമേഷൻ എന്നാണെന്ന് പറയാം. ഇനി ITIS എന്ന് പറയുന്ന ആ സഫിക്സിനെ നമ്മൾ ആർത്രോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പൊ പുതിയൊരു വേർഡ് അവിടെ ക്രിയേറ്റ് ആവാണ്. എന്താണ്? ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ധിവാതമാണ് അല്ലെ. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ് എന്നർത്ഥം. സന്ധിക്കുണ്ടാവുന്ന വീക്കം അല്ലെങ്കിൽ സന്ധിക്കുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, അതിനെയാണ് നമ്മൾ സന്ധിവാതം എന്ന് പറയുന്നത് അല്ലെ. ആർത്രൈറ്റിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ ITIS എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ എന്നാണ് അർത്ഥം. ആർത്രോ എന്നതിന്റെ മെയിൻ ജോയിന്റ് ആണ്. നമ്മൾ ITIS എന്ന് പറയുന്ന സഫിക്സിനെ അതിന്റെ കൂടെ ചേർത്തപ്പോ ആർത്രൈറ്റിസ് എന്നായി മാറി. ആർത്രൈറ്റിസ് എന്താണ്? സന്ധിവാതമാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ് എന്നാണ് അർത്ഥം. ഓക്കെ, sometimes it is essential to alter the last letter or letters of the root word or prefix when a suffix is added to make a pronunciation easier. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സഫിക്സുകൾ ചേർക്കുമ്പോൾ, സഫിക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രിഫിക്സിന്റെ കൂടെ ചേർക്കുന്നതാവാം, അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു റൂട്ട് വേർഡ് ഒക്കെ അതിന്റെ കൂടെ ചേർക്കുന്നതായിരിക്കാം. ഇത്തരം സഫിക്സുകൾ ചേരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെറ്ററിനെ ഒന്ന് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും, ആൾട്ടർ ചെയ്യും. അതാണ് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കി, ഇപ്പൊ നമ്മൾ ആർത്രോ എന്നാണ് പറഞ്ഞത്. ആർത്രോ ഓയിലല്ലേ അവസാനിക്കുന്നത്, അതിന്റെ കൂടെ ITIS ചേർത്തപ്പോ ആർത്രൈറ്റിസ് എന്നായി മാറി. അവിടെ O മാറിയിട്ട് I ആയി മാറി അല്ലെ. ഓയിലല്ലേ അവസാനിച്ചത്, ആർത്രൈറ്റിസ് എന്ന് വന്നപ്പോ O മാറിയിട്ട് എന്തായി? I ആയിട്ട് മാറി. അതാണ് ലാസ്റ്റ് ലെറ്റർ നമ്മൾ അവിടെ എന്ത് ചെയ്തു? ആൾട്ടർ ചെയ്തു. എന്തിനാണ് ലാസ്റ്റ് ലെറ്റർ ആൾട്ടർ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ടു മേക്ക് ദ പ്രൊനൗൺസിയേഷൻ ഈസിയർ, നമ്മുടെ പ്രൊനൗൺസിയേഷൻ കുറെ കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ആർത്രൈറ്റിസ് എന്ന് നമുക്ക് പറയാനായിട്ട് അത്ര സുഖമില്ല അല്ലെ. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോഴാണ് കുറെ കൂടെ പ്രൊനൗൺസിയേഷൻ ഈസിയർ ആവുന്നത്. സോ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ലെറ്റർ ഒരു പക്ഷെ ചെറുതായിട്ടൊന്ന് ആൾട്ടർ ചെയ്യാം. എല്ലാത്തിലും ആൾട്ടർ ചെയ്യുന്നില്ല, ചിലതിലൊക്കെ ആൾട്ടർ ചെയ്യാറുണ്ട് കേട്ടോ. ഓയിലിന് മാറി I ആയി മാറില്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കേട്ടോ. അതുപോലെ നമ്മൾ മിക്കപ്പോഴും കാണുന്ന ഒരു സഫിക്സ് ആണ് ലോജി. കേട്ടിട്ടുണ്ടോ? ലോജി, LOG ബയോളജി. ലോജി എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ലോജി എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദമാണെന്ന് ഇരിക്കട്ടെ. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് അറിയോ? സ്റ്റഡി ഓഫ് എന്നാണ് അർത്ഥം. പഠനം എന്നാണ്, സ്റ്റഡി ഓഫ്. അപ്പൊ നമ്മൾ ബയോളജി കേട്ടോ, ബയോളജി. സുവോളജി എന്താണ്? ബയോളജി, സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെ. അല്ലെങ്കിൽ എന്താണ്? നെഫ്രോളജി, സ്റ്റഡി ഓഫ് കിഡ്നി അല്ലെ. പൾമണോളജി, സ്റ്റഡി ഓഫ് ലങ്സ് കണ്ടോ. ലോജി എന്ന് പറഞ്ഞ അർത്ഥം സ്റ്റഡി ഓഫ് എന്നാണ്. അപ്പൊ നമ്മൾ പൾമണോളജി കേട്ടോ. ലോജി എന്താണ്? ഒരു സഫിക്സ് ആണ്. അല്ലെങ്കിൽ നെഫ്രോളജി, അല്ലെങ്കിൽ എന്താ പറയാ ബയോളജി, സുവോളജി, സൈക്കോളജി അല്ലെ, ആന്ത്രോപോളജി എന്നൊക്കെ പറയുന്ന എല്ലാത്തിനും ലോജിയാണ് അവിടെ സഫിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും മതി. പ്രിഫിക്സും സഫിക്സും എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നമുക്ക് ക്ലാസ് വൈകിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.